അപ്പൊ ഈ വർഷം അവസാനിക്കാൻ ഇനി 4 മാസം കൂടിയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യ മാസങ്ങളിൽ കുറെ നല്ല സിനിമകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഓസ്ലർ ആണെങ്കിലും ജനുവരിയിൽ വന്നു. പിന്നെ പ്രേമലു, പ്രേമയുഗം, അങ്ങനെ കുറെ സിനിമകൾ. പിന്നെ ഇപ്പൊ കഴിഞ്ഞിടക്ക് കിഷ്കിന്ധാകാന്ഡം, ARM. അപ്പൊ എങ്ങനെയുണ്ട്, എങ്ങനെ കാണുന്നത്, നോക്കി കാണുന്നത് ഈ ഒരു വർഷത്തെ സിനിമ? ഇപ്പോ 2024 എന്ന് പറഞ്ഞാൽ മോളിവുഡിന്റെ ഒരു ഗോൾഡൻ ഇയർ എന്ന് തന്നെ പറയാം നമുക്ക്. ഇപ്പോൾ അതുപോലെ അത്രയും ഇതായിട്ടുള്ള സിനിമകളാണ് ഇപ്പോൾ. ആവേശമാണെങ്കിലും ബ്രഹ്മയുഗം എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂക്കയുടെ ടോപ്പ് ക്ലാസ് പെർഫോമൻസാണ് അതിൽ ഇപ്പോൾ മലക്കോട്ടെ വാലിബൻ പക്ഷേ അങ്ങനെ ഹിറ്റ് അടിച്ചില്ല. പക്ഷേ മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. പക്ഷെ ഒരു ഫിലിം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. കാരണം LJPയുടെ ആർട്ട് വർക്ക് ആണെങ്കിലും ലാലേട്ടൻ്റെ അഭിനയമാണെങ്കിലും മലക്കോട്ടെ വാലിബൻ അത്ര കുഴപ്പമൊന്നുമില്ലാത്ത, അതായത് റിവ്യൂസ് ആണെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആ പടത്തിന് അത്ര താത്തി പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ കേസ് പറയുകയാണെങ്കിൽ സെലക്റ്റീവ് ആണ്. ഇപ്പോൾ വരുന്ന പടങ്ങളൊക്കെ ടോപ്പ് ക്ലാസ് ആണ് മമ്മൂക്കയുടെ. നിങ്ങൾ പേഴ്സണലി റിവ്യൂസ് കാണാറുണ്ടോ? കുറച്ച് റിവ്യൂസ് അല്ല, നമ്മളിപ്പോ റെസ്പോൺസ് കാണും. റെസ്പോൺസ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പോൾ കാണണം എന്നുള്ളൊരു മൈൻഡിൽ പോയി കഴിഞ്ഞിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ഒരു രീതിയിൽ തന്നെ പടങ്ങൾ ഇപ്പോൾ എത്ര മോശം റിവ്യൂസ് വന്നാലും പോയി കാണും. കാണണമെന്ന് ആഗ്രഹിച്ച ഒരു പടം റിവ്യൂ മോശമാണെങ്കിലും പോയി കാണുമല്ലോ. അല്ലല്ല, ഈ പെരേരനൊക്കെ റിവ്യൂർ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല, അത് അവരങ്ങനെ പറയും. ഇപ്പൊ ഞാൻ പറയണേ, ഞാൻ നാളെ ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞോണ്ടത് ഞാൻ ആവുമോ? ഇല്ല. സോ അത് ഞാൻ നമ്മളെ പുള്ളിനെ ഒന്നും ഒരിക്കലും ആ ഏരിയയിലേക്ക് കണക്കൂട്ടിയിട്ടില്ല. അല്ല, നമ്മളിപ്പോ എന്താ അറ്റൻഷൻ സീക്കറാണ്. അപ്പൊ പുള്ളിയുടെ കണ്ടന്റ് കാണാൻ ആൾ വേണം, പുള്ളിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പെരേരയൊന്നും നമ്മൾ റിവ്യൂവർ ആയിട്ട് കൂട്ടിയിട്ടില്ല. ഈ അടുത്ത വെയിറ്റ് ചെയ്യാൻ ഒരു സിനിമ, എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ? ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ്, നമുക്ക് RGV അല്ല, GV. പിന്നെ ബസൂക്ക ഉണ്ട്. ബസൂക്ക മമ്മൂക്ക ഫാനാണോ? മമ്മൂക്ക ഫാനാണ് ബേസിക്കലി. ലാലേട്ടൻ ഫാനാണ്. ബ്രോ ഏതാണ് കാത്തിരിക്കണത്? എനിക്ക് ബറോസ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം വേറെ ഒന്നല്ല, ലാൽ സാറിന്റെ ഫസ്റ്റ് ഒരു ഡയറക്ഷണൽ പടമാണല്ലോ. പിന്നെ ബറോസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോ അതിന് നെഗറ്റീവ് കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ പോസ്റ്റർ ഇറങ്ങിയതില് വിഷ്വല് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. പോസ്റ്ററിലൊന്നും RDX ഫിലിമിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോഴും ടീസർ ഇറങ്ങിയപ്പോഴൊക്കെ നല്ല നെഗറ്റീവ് ആയിരുന്നു ആ ഒരു ലുക്കാണെങ്കിലും. പക്ഷെ പടം ഇറങ്ങിയപ്പോൾ അങ്ങനെയല്ലോ. പടം ഇറങ്ങിയപ്പോൾ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഏറ്റവും ഹിറ്റ് പടമായിരുന്നു RDX. ഞാനും വെയിറ്റ് ചെയ്യണ ബറോസ് എനിക്ക് കാണുന്നത് ഭയങ്കര ഉണ്ട്. അതിന്റെ പോസ്റ്റർ ആയാലും, പിന്നെ മെയിനായിട്ട് ലാലേട്ടൻ്റെ ഫസ്റ്റ് ഒരു ഡയറക്ഷൻ പടമാണ്. അപ്പോൾ എനിക്കതൊന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ അതിന് നല്ല വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ബ്രോ ആക്ടിങ് ചെയ്യുന്നുണ്ട് ചോദിക്കാണ്, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഈ അടുത്തിറങ്ങിയ സിനിമയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ നമുക്ക് എല്ലാ പടം കാണുമ്പോൾ തോന്നും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അതിപ്പോ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ഒരു ക്യാരക്ടർ അങ്ങനെ? അത് ഈ അടുത്തിറങ്ങിയല്ല, ഞാൻ ബുക്സ് വായിക്കുന്ന ആളാണ്. എനിക്ക് ഒരു ബുക്ക് റീച്ചർ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് 1995 ഇറങ്ങി ഒരു ബുക്ക് സീരീസ്. അത് കുറേ ഉണ്ട്. ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡിറ്റക്റ്റീവ്, എക്സ് മിലിറ്ററി ഡിറ്റക്റ്റീവ്. സിനിമകളിലെ ക്യാരക്ടേഴ്സ് ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ പൊളിച്ചെന്നൊക്കെ പറയുന്നത്. അതേപോലെ കില്ലിലെ ആ ക്യാരക്ടർ എനിക്ക്, കില്ലിലെ നടൻ ആക്ഷൻ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ എങ്ങനെ മനസ്സിലായില്ല? അതിപ്പോ ഒരു സിനിമ കാണുമ്പോ അയ്യോ ഇത് എനിക്ക് തോന്നിയില്ലല്ലോ ഈ ഒരു കഥ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അല്ല, മറ്റുള്ളവരുടെ കഥ നമുക്ക് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം അവരുടെ മൈൻഡിൽ ഇപ്പൊ നമുക്കൊരു ഇൻസ്പിറേഷൻ വന്ന ഒരു സിനിമ ഈ അടുത്ത് കണ്ടത് ഏതെങ്കിലും ഉണ്ടോ? ഈ അടുത്ത് കണ്ടത് എനിക്ക് ബേസിക്കലി നേരൊക്കെ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. മലയാളത്തില് എനിക്ക് നേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊക്കെ ഒരു പക്ക ഒരു ലോജിക്ക്, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ജിത്തു സാറിന്റെ പടങ്ങളൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. ത്രില്ലറാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പിന്നെ വൈശാഖ് സാറിന്റെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നല്ല, എനിക്കൊരു ആക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. വൈശാഖ് സാറിന്റെ മെയിൻ പാഷൻ മിക്ക പടങ്ങളും ആക്ഷൻ ഓറിയന്റഡ് ആണ്. മലയാളത്തിൽ ഇഷ്ടപ്പെട്ടു. ടർബോയിലെ ചേസ് ക്ലൈമാക്സിലൊക്കെ കാറിന്റെ ചേസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ്. എന്റെ നെക്സ്റ്റ് പ്രൊജക്ട് സാത്താൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞല്ലോ, 2 മണിക്കൂറിന്റെ വർക്കാണ് സാത്താൻ.
അതിൻ്റെ വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡബ്ബിങ് കഴിഞ്ഞു, അതിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി ഫൈനൽ സ്റ്റേജ് മിക്സിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മിക്സിങ്, സൗണ്ട് മിക്സിങ്, അങ്ങനെ കുറച്ച് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്നു. അപ്പൊ അത് റിലീസ് ഡേറ്റ് എല്ലാം പ്ലാൻ ചെയ്തു? ഒന്നും പ്ലാൻ ചെയ്തല്ല. എനിക്ക് നവംബറിൽ ഇറക്കുന്ന ആഗ്രഹമുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ തീരാൻ പോണു. എനിക്ക് ലക്കുണ്ടെങ്കിൽ അതിൽ ആ ടൈമിൽ ഇറക്കാം. അങ്ങനെ ഫുൾ പ്രോസസ്സ് തീരണമല്ലോ. അങ്ങനെ ആ ഒരു നെക്സ്റ്റ് പരിപാടികൾ എന്തെങ്കിലും? നിലവിൽ നമുക്ക് സിനിമ മാത്രമല്ലല്ലോ, നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാണല്ലോ. ഒരു ജോബ് വൈസ് ആണെങ്കിലും അത് ഞാനിപ്പോൾ ഡിപ്ലോമ ചെയ്തു. എനിക്ക് അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്യണം. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ആയിക്കോട്ടെ. എന്തായാലും സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കാടൻ അല്ലേ? യെസ്, കാരണം അപ്പൊ എല്ലാരും പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.